എല്ലാവർക്കും നമസ്കാരം. ദേവിക പ്ലസ് പോയിന്റിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു പബ്ലിക് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാവരും ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷനിലായിരിക്കും. കാരണം നമ്മുടെ ബോർഡ് എക്സാം ഓഗസ്റ്റ് 25-നാണ് ഡേറ്റ്. ഏറെ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം സെപ്റ്റംബർ 5-ാം തീയതി ഡേറ്റ്. അത് രണ്ട് പരീക്ഷയും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്, ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും നമ്മൾ കാത്തിരിക്കുന്നതാണ്. കാരണം ക്ലർക്ക് എക്സാമിലാണെങ്കിലും 200-ലധികം വേക്കൻസി ഉണ്ട്. ഓഗസ്റ്റിൽ ഇപ്പോൾ മെയ് മാസത്തിൽ എക്സാം നടന്നു, ജൂൺ മാസത്തിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റിൽ എക്സാം നടന്ന സെപ്റ്റംബറിൽ റാങ്ക് ലിസ്റ്റ് വരേണ്ട ജോലിയുണ്ട്. എന്നാൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കഴിഞ്ഞൊരു 3-3.5 വർഷത്തെ നമ്മുടെ കാത്തിരിപ്പാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി. അപ്പോൾ ഇതിൽ ഏത് ഫോക്കസ് ചെയ്യണം, ഏതിനാണ് ഞാനിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെ കുറേയധികം കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് എക്സാമും ഒരുപോലെ ഫോക്കസ് ചെയ്താൽ നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്, ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കുന്നത് പോലെ ആവുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഇൻസ്പെക്ടറിന് വളരെ ചെറിയൊരു സിലബസ്, അതായത് കോർപ്പറേഷനും ബാങ്കിങ്ങും IT-യും മാത്രമുള്ള ഒരു സിലബസ്. എന്നാൽ നമ്മുടെ ക്ലർക്ക് എക്സാമിന് ഇംഗ്ലീഷും മാത്സും GK-യും അക്കൗണ്ടൻസിയും എല്ലാം ഉള്ളൊരു സിലബസ് ഉണ്ട്. അതിനൊപ്പം ഈ കോർപ്പറേഷനും ബാങ്കിങ്ങും ലോയും പഠിക്കും. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. ഏതായാലും ക്ലർക്ക് എക്സാമിന് ഞാൻ കോർപ്പറേഷനും ബാങ്കിങ്ങും ലോയും പഠിക്കുന്നുണ്ട്. IT ഞാൻ ആ ഒരു ഓഗസ്റ്റ് 25 തൊട്ട് സെപ്റ്റംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ IT പഠിക്കാമെങ്കിൽ ഓക്കെ. അങ്ങനെ എന്താണെങ്കിലും അവിടെ എന്തിലൊക്കെ ഫോക്കസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എനിക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ധാരണയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് KRFED 2024 ഏപ്രിൽ 23-ാം തീയതി KRFED എക്സാം നടന്നു. സാധാരണയായിട്ട് നമ്മൾ എഴുതുന്ന എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഇപ്പോൾ എല്ലാ PSC എക്സാമിൻ്റെ അതേ മാതൃകയിൽ വന്നൊരു എക്സാം. അത് കണ്ടപ്പോൾ തുടങ്ങി നമുക്ക് വീണ്ടും ടെൻഷനായി. ഇൻസ്പെക്ടറിന് ഇങ്ങനെ ആയിരിക്കില്ലേ എക്സാം, അല്ലെങ്കിൽ കേരള ബാങ്കിന് ഇങ്ങനെ ആയിരിക്കില്ലേ എക്സാം? സംശയിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാം. കാരണം PSC സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഇപ്പോൾ ധാരാളമായി ഉൾപ്പെടുത്തുന്നു. നമ്മളത് പഠിച്ചേ പറ്റും. ഇനി അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇപ്പോൾ പുതിയൊരു എല്ലാവരുടെയും സംശയമായിരുന്നു, KCS അമെൻമെന്റ് ആക്ട് പഠിക്കണോ വേണ്ടയോ എന്ന്. KCS അമെൻമെന്റ് ആക്ട് 2023 2024 ജൂൺ 7-ാം തീയതി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനി വരുന്ന ഏതൊരു എക്സാമിനും നമ്മൾ ആ അമെൻമെന്റ് ആക്ട് പഠിച്ചേ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേയധികം ചോദ്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എക്സാം എഴുതേണ്ടതെന്ന്, അല്ലെങ്കിൽ ഏത് എക്സാമിനാണ് കൂടുതൽ, ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, among the following which are the powers of the managing committee? അതായത് സാധാരണയായിട്ട് നമ്മളോട് എക്സാമിൽ ചോദിക്കുന്ന അതേ ചോദ്യമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മാനേജിംഗ് കമ്മിറ്റി അല്ലേ. അതായത് സെക്ഷൻ 28-ലാണ് ഫോർമേഷൻ ഓഫ് കമ്മിറ്റി പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റി ഭരണസമിതി ജനറൽ ബോഡിയുടെ അധികാരങ്ങളെല്ലാം തന്നെ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ഭരണസമിതിക്ക് വേണ്ടി, ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണസമിതി മാനേജിംഗ് കമ്മിറ്റി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? among the following which are the powers of managing committee? മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരങ്ങൾ ഏതെല്ലാമാണ്? നോക്കൂ, സാങ്ഷൻ, ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സെക്ഷൻ 22-ൽ റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർസ്, 23-ലാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, 24-ൽ സെക്ഷൻ 24 KCS ആക്ട് 1960 വിഡ്രോവൽ ഓഫ് ഷെയർസ് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രിയർ അപ്രൂവലോട് കൂടിയേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും സാങ്ഷൻ, ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോവൽ ഓഫ് ഷെയർസ് മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. പാസ് ആനുവൽ ബജറ്റ് അത്യാവശ്യം നന്നായി പഠിച്ചൊരു കുട്ടിക്കറിയാം. സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡിയും സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ആനുവൽ ജനറൽ ബോഡിയിലാണ് ആനുവൽ ബജറ്റ് പാസ്സാക്കുക. അപ്പോൾ ആനുവൽ ബജറ്റ് എന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്തല്ല, ആ മാനേജിംഗ് കമ്മിറ്റിയുടെ അല്ല, അത് ജനറൽ ബോഡിയുടേതാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രൂപീകരിക്കുക, ഇത് മാനേജിംഗ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കണ്ടക്ട് ഡിസിഷൻ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ റൂൾസ് ആൻഡ് ബൈലോ, നെറ്റ് പ്രോഫിറ്റിന്റെ ഡിസ്പോസൽ സെക്ഷൻ 56 പ്രകാരം നെറ്റ് പ്രോഫിറ്റിന്റെ ഡിസ്പോസൽ തീരുമാനമെടുക്കുന്നതാണ് ജനറൽ ബോഡിയാണ്. അതായത് 2ഉം 4ഉം ജനറൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണ്. 1ഉം 3ഉം മാനേജിംഗ്
മാനേജിങ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നോക്കൂ, ഉത്തരം 1, 2, 2, 3, 1, 3, 2, 4 ഇങ്ങനെയാണ് തരിക. ഓക്കെ, അപ്പൊ ഇവിടെ 1, 3 കറക്റ്റായ ആൻസർ. അതായത് നമുക്ക് ഒരു പോയിന്റ് അറിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല, നമുക്ക് എല്ലാ പോയിന്റുകളും അറിയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഉത്തരം എഴുതാനായിട്ട് കഴിയും. ഇനി നോക്കൂ, the chief of audit of a cooperative society is the registrar of cooperative audit. Okay, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, the director of cooperative audit shall be under the control of registrar of cooperative society. ഈ ചോദ്യം ഒന്ന് കൃത്യമായി വായിച്ചാൽ തന്നെ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. നോക്കൂ, ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നത് നമുക്കൊരു പദവി തന്നെ ഇല്ല. നമുക്കുള്ളത് ഏതാ? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, RCS. നമ്മുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് DCA അല്ലേ. ഇത് രജിസ്ട്രാറിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് ഓഡിറ്റ്. രജിസ്ട്രാർക്ക് കീഴിൽ ഓഡിറ്റിന് വേണ്ടി മാത്രമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് DCA. രജിസ്ട്രാറിന്റെ കീഴിലാണ് അദ്ദേഹം വരിക. ഓരോ സംഘത്തിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഓഡിറ്റ് നടത്തണം എന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ട്രൂ ഉള്ളൂ. കാരണം DCA രജിസ്ട്രാറിന്റെ അണ്ടറിലാണ്. ഓൺലി സെക്കൻഡ് ഈസ് ട്രൂ. ഫസ്റ്റ് വൺ ട്രൂ അല്ല, കാരണം രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നൊരു പദവി തന്നെ നമുക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. അറേഞ്ച് ദ മൈൽസ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ICA ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഒരു എക്സാം എഴുതാനുള്ളൂ. കാരണം 1.25 അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയമാണ് നമുക്ക് തരുന്നത്. കാരണം ആദ്യം 1.25 മണിക്കൂറായിരുന്നു 100 ചോദ്യങ്ങൾക്ക്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തിയപ്പോൾ 1.5 മണിക്കൂർ തരാറുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കണം, ഇതിനെ ഒരു ഓർഡറിൽ അവർ എന്താണ് ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ കണ്ടെത്തണം. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നോക്കൂ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തു. ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ICA ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലോട്ട് മാറ്റി. UN grants consultative status to ICA. ഈ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഈ ICAയുമായി ബന്ധപ്പെട്ട് ഈ 4 വർഷങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിനെ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ആദ്യം നടന്നത് ഏത്, പിന്നെ നടന്നത് ഏത്, പിന്നെ നടന്നത് ഏതെന്ന് നമുക്ക് ഓർഡറിലാക്കാൻ കഴിയുള്ളൂ. അതായത് പഠിക്കുന്ന ഏരിയ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി ഓർഡറായിട്ട് പഠിക്കുക. കാരണം ഇതിന് പറ്റി 3 കാര്യങ്ങൾ അറിയാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്ത് 1934 തൊട്ട് 37 വരെയുള്ള സബ് കമ്മിറ്റിയാണ്. ICA പൊളിറ്റിക്കലി ന്യൂട്രൽ ആണെന്ന് 1895 വന്ന ICA 1896 തന്നെ പ്രഖ്യാപിച്ചു. ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു ആദ്യം. 1982 അവർ ജനീവയിലോട്ട് മാറ്റി. എനിക്കറിയാം, പക്ഷേ UN കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് നൽകിയത് അറിയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഓർഡർ എഴുതാനായിട്ട് കഴിയില്ല. കാരണം അത് 20-ലാണോ 30-കളിലാണോ 40-കളിലാണോ 50-കളിലാണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് കാര്യം? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന ഏരിയ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നോക്കൂ, ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ വരിക? ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തത് 34 അപ്പോയിന്റ് ചെയ്ത സബ് കമ്മിറ്റി 37 റിപ്പോർട്ട് അനുസരിച്ച് പൊളിറ്റിക്കലി ന്യൂട്രൽ ആയത് 1896 ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മൂവ് ചെയ്തു ജനീവയിലേക്ക് 1982. അടുത്തത് UN ICAക്ക് 1946 കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് എഴുതാം, ആദ്യം B, രണ്ടാമതായിട്ട് വരുന്നത് 896 കഴിഞ്ഞ 837 A, C അല്ല D, C, BADC. അപ്പൊ നമുക്ക് പോയിട്ട് ഓപ്ഷൻ നോക്കാം. BADC എന്നുള്ള ഓപ്ഷൻ A ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അടുത്തത് നോക്കൂ, ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ചോദ്യം ഇട്ടിരിക്കുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്, 10 കോപ്പറേറ്റീവ് വാല്യൂസ് ആണുള്ളത്. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി 1995 അംഗീകരിക്കുന്നത്. ഈ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും 10 കോപ്പറേറ്റീവ് വാല്യൂസും കോപ്പറേഷന്റെ ഡെഫിനിഷനും ചേർന്നതാണ്. ഇത് ഓരോന്നും നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രിൻസിപ്പിൾ കൊണ്ട് മീൻ ചെയ്യുന്നത് ഏതാണെന്ന് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നു. ഇത് വായിച്ച സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പഠിച്ചു പോയ കുട്ടിക്ക് മാത്രമേ ഈസി ആയിട്ടും സമയത്തിനുള്ളിൽ ഇതെല്ലാം വായിച്ച് ടെൻഷൻ ആവാതെ ഉത്തരം എഴുതിയിട്ട് വരാൻ പറ്റുള്ളൂ. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, കോപ്പറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്, ഡെമോക്രാറ്റിക് കൺവെൻഷൻ. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ
എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഈ 4 ഭാഗവും വായിച്ചു. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ സ്ട്രക്ചേഴ്സ്. അതായത് കോപ്പറേറ്റീവ്സ് തമ്മിൽ പരസ്പരം, അത് ലോക്കൽ ലെവലിലായിക്കോട്ടെ, ദേശീയ ലെവലിലായിക്കോട്ടെ, അന്താരാഷ്ട്ര ലെവലിലായിക്കോട്ടെ, പരസ്പരം ഒരു സഹകരണം, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മൂന്നാമത്തതിന് ചേരുന്നത് ആരാണ്? 1. അടുത്തത് നോക്കൂ. Men and women serving as elected representatives are accountable to membership, democratic member control. അടുത്തത് members contribute equitably to the capital. ഓരോ മെമ്പറും എന്ത് ചെയ്യണം? ഒരു ഷെയർ കൊണ്ടുവരണം. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. അടുത്തത് they can enter into agreement with any third party in its own. കാരണം അവർക്ക് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ ആണ്. ഇങ്ങനെ 4 പ്രിൻസിപ്പിളിന്റെയും മീനിങ് നോക്കി അതിൽ ആദ്യം ഓരോരുത്തരും, അപ്പോൾ നോക്കൂ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ വരുന്നത് സിയുമായിട്ടാണ്, അപ്പൊ അല്ലെങ്കിൽ മൂന്നാമത്തെയുമായിട്ടാണ്. അപ്പൊ A3, 2 A3, 3 A3 ആണ് ഉത്തരം. അടുത്തത് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, അത് 4 ആണ്. ഓക്കെ, എത്രാമത്തെയാണ്? B4 ആണ്. A3 B4. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഉത്തരവായി. അടുത്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്, അത് 1 ആണ്. C1 ആണ്. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ D2 ആണ്. ഓപ്ഷൻ നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഈ പറഞ്ഞ ചോദ്യം, അതായത് ഒരു ചോദ്യം അതിൻ്റെ ഒരൊറ്റ ഉത്തരം, അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ല ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ JCA ഫോക്കസ് ചെയ്യുന്നവർ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുക. സിലബസിൽ ഇത്തവണ മാർക്കും കൂടി തന്നിട്ടുണ്ട്, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കാണെന്ന് ആ മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ക്യാപിറ്റലിസം, കോർപ്പറേഷൻ ഓൾസോ അക്സെപ്റ്റ്സ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ റൈറ്റ് ഓഫ് കോൺട്രാക്ട്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2, കോർപ്പറേറ്റീവ്സ് ഓൾസോ യൂസ് ക്യാപിറ്റൽ ടു ക്യാരി ഓൺ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് പേ ഇൻട്രസ്റ്റ് ഫോർ ഇറ്റ്സ് യൂസ് as the capitalistic organizations do. The statement number 3 ആണ്, 1, 2, 3 ആണ്. The main motto of capitalism to earn more maximum profit at minimum cost, whereas the prime motto of corporation is to render valuable service at reasonable cost. ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. കാരണം നമുക്ക് സ്ഥിരം, അതായത് JCA ടോപ്പിക് ആയാലും അല്ലെങ്കിൽ ഏതൊരു എക്സാമിനും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, കോർപ്പറേഷൻ എന്നുള്ളത്. അത് ഓർത്ത് വെച്ച് പഠിക്കുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നു കോർപ്പറേഷൻ ഇസ് എ ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എന്ന്. ക്യാപിറ്റലിസത്തിന്റെ കുറേ നല്ല ആശയങ്ങൾ നമ്മുടെ കോർപ്പറേഷനിൽ എന്നാൽ കുറേ എണ്ണം, അതായത് മെയിൻ മോട്ടോ, ക്യാപിറ്റലിസത്തിന്റെ മെയിൻ മോട്ടോ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ഒരു ലക്ഷ്യം. പക്ഷേ കോർപ്പറേഷൻ വാല്യുബിൾ സർവീസ് റെൻഡർ ചെയ്യലാണ്. കോർപ്പറേറ്റീവ്സും ഇതുപോലെ തന്നെ ബിസിനസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതേപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, റൈറ്റ് കോൺട്രാക്ട് ക്യാപിറ്റലിസ്റ്റിലും ഉണ്ട്. അപ്പോൾ ഇതിൽ 1, 2, 3 എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണ്. ഞാൻ നോക്കും, ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത്, ഇവിടുന്ന് ഇങ്ങനെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ. മാച്ച് ദ ഫോളോവിങ്. അതായത് കോർപ്പറേറ്റീവ് ഫ്ലാഗ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, റെയിൻബോ ഫ്ലാഗ് ആണ് ICA ഡിസൈൻ ചെയ്ത കോർപ്പറേറ്റീവ് ഫ്ലാഗ്. 1921 ചാൾസ് ഗൈഡ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. 1923 ആദ്യമായിട്ട് കോർപ്പറേറ്റീവ് ഡേ, ഫസ്റ്റ് കോർപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ അല്ലേ സെലിബ്രേറ്റ് ചെയ്യാറ്. അങ്ങനെ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ അത് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അവർ, അതായത് ആ കോർപ്പറേറ്റീവ് ഫ്ലാഗാണ് നമ്മൾ എടുത്തത്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ കോർപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ സാധാരണയായിട്ട് എപ്പോഴും നമ്മൾ CSEB ഒക്കെ ചോദിക്കാറുള്ളതാണ് ബ്ലൂ കളർ എന്തിനെയാണ്, അല്ലെങ്കിൽ റെഡ് എന്തിനെയാണ്, ഇങ്ങനെ ഒരൊറ്റ കളർ ചോദിക്കും. ഇത്തവണ മാച്ച് ദ ഫോളോവിങ് വന്നു. 4 കളറും 4 കളറിൻ്റെ എന്തിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കൂടെയാണ് പറഞ്ഞത്. റെഡ് കറേജ് ആണ്, ഗ്രീൻ ചാലഞ്ച് ആണ്, ഡാർക്ക് ബ്ലൂ പെസിമിസം ആണ്, വയലറ്റ് വാംത്ത് ആണ്. ഇത് 4 കളറിൻ്റെയുള്ള ഈ 7 കളറിൻ്റെയും കോർപ്പറേറ്റീവ് ഫ്ലാഗിലെ 7 കളറിൻ്റെയും നമ്മൾ ഐഡിയൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. പഠനം കുറച്ചുകൂടി വിശാലമാണ്. ഓക്കെ, അടുത്തത് നോക്കൂ. Which of the following is not a ground for cancellation of registration certificate of a cooperative society? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആവാം. വൈൻഡിംഗ് കമ്പിന് ശേഷമുള്ള ക്യാൻസലേഷൻ നമ്മൾ സെക്ഷൻ 74 പഠിക്കും. സെക്ഷൻ 15 ഒരു കാര്യം പഠിക്കും. എന്താണ്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടേൺ കേസസ്. ചില പ്രത്യേക സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവുന്നതാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടേൺ കേസസ്. എങ്ങനെയൊക്കെ? ഒന്നുകിൽ അമാൽഗമേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിവിഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അസറ്റ്സും ലയബിലിറ്റീസും ഫുള്ളായിട്ട് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. സെക്ഷൻ 14 പ്രകാരം ഈ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോഴാണ് സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ഒരു ചോദ്യം വന്നത്. നോക്കൂ, when all of the assets and liabilities of society are transferred to another society. നമുക്കറിയാം ജില്ലാ ബാങ്കിന്റെ അസറ്റ്സും ലയബിലിറ്റീസും മുഴുവൻ കേരള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു സെക്ഷൻ 14A പ്രകാരം. ഇപ്പൊ ജില്ലാ ബാങ്കിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾക്ക് പ്രാധാന്യമില്ലാതെ ക്യാൻസലായി. അത് കറക്റ്റാണ്. മൂന്നാമത്തെ നോക്കൂ, when two or more societies amalgamate ചെയ്ത് പുതിയ സൊസൈറ്റി ഉണ്ടാവുന്നു, ക്യാൻസൽ ആവും. ഇനി ഏതെങ്കിലും ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്ത് രണ്ടോ അതിലധികമോ ആയി മാറുന്നു, അപ്പോഴും എന്ത് സംഭവിക്കും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും. എന്നാൽ നോക്കൂ, when a society failed to elect managing committee even after 12 months from the time for conduct election. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ട സമയത്തിൽ നിന്ന് 12 മാസം കഴിഞ്ഞിട്ട് മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കാരണം കൊണ്ടൊന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവില്ല. അവിടെ ഉള്ള മാനേജിംഗ് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുകയോ ആണ് ചെയ്യുക. അപ്പോൾ സെക്ഷൻ 15 നിന്നുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. അടുത്ത ചോദ്യം നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. The liquidators shall complete the winding up proceedings within a period of dash years from the date of his or her appointment. ഡയറക്റ്റ് ചോദ്യമാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലോട്ടൊരു ഉത്തരം വന്നിട്ടുണ്ടാവും. ഭൂരിപക്ഷം പേരും മനസ്സിലാലോചിച്ച ഉത്തരം തെറ്റാണ്. 3 വർഷം എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ അത് തെറ്റും. കാരണം KCS Act 1969 പ്രകാരം 3 years തന്നെ ആയിരുന്നു. പക്ഷേ KCS Act 1969 അമെൻഡ് ചെയ്തു. അമെൻമെന്റ് വന്നതോടുകൂടി, അതായത് അമെൻമെന്റ് ആക്ട് 2023 വന്നതോടുകൂടി വൈൻഡിംഗ് കമ്പിന് വേണ്ടി, വൈൻഡിംഗ് കമ്പിന് ഓർഡർ ഇടുന്നത് ആരാ? രജിസ്ട്രാർ ഓർഡർ ഇട്ടത് ആരെയാണ് ചുമതലപ്പെടുത്തുക? ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്താൽ ലിക്വിഡേറ്റർ 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ KCS അമെൻമെന്റ് ആക്ട് 2023 പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം. ബോർഡ് പ്രത്യേകമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു, അവരെ ഓഗസ്റ്റ് 25-ാം തീയതി നടക്കാൻ പോകുന്ന ബോർഡിന്റെ എക്സാമിന് KCS അമെൻമെന്റ് ആക്ട് 2023 ബാധകമായിരിക്കുമെന്ന്. ഇനി PSC പറയേണ്ട കാര്യമേ ഇല്ല. കാരണം അമെൻമെന്റ് ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാ എക്സാമിനും അമെൻമെന്റ് ആക്ട് ബാധകമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി അമെൻമെന്റ് ആക്ട് പഠിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കണം. ധാരാളം ടൈം ലിമിറ്റുകളിൽ വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു അപ്ലിക്കേഷൻ, ഒരു രജിസ്ട്രേഷനുള്ള അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കണം? ഇതുവരെ 90 ദിവസമായിരുന്നു, ഇനി മുതൽ അത് 60 ദിവസമാണ്. സെക്ഷൻ 7 2 പ്രകാരമാണ് റിജക്ഷൻ എങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? മുൻപ് 7 ദിവസമായിരുന്നു, ഇനി ഇത് 15 ദിവസം. അതേപോലെ തന്നെ ഒരു മാനേജിംഗ് കമ്മിറ്റി ഓഡിറ്റിന് ആവശ്യമായ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എത്ര ദിവസത്തിനുള്ളിലാണ് ജെനുവിനിറ്റി പരിശോധിച്ചുകൊണ്ട് ഓഡിറ്റർക്ക് കൈമാറുന്നത്? അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി 1 മാസത്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യും, മാനേജിംഗ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. മാനേജിംഗ് കമ്മിറ്റി അത് കിട്ടി 1 മാസം എന്നായിരുന്നു, ഇനി മുതൽ അത് 15 ദിവസത്തിനുള്ളിൽ ഓഡിറ്റർക്ക് കൈമാറും. അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 3 മാസത്തിനകമായിരുന്നു DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, ഇനി അത് 45 ദിവസം എന്നായിരുന്നു. ഇങ്ങനെ ഒരുപാട് ടൈം ലിമിറ്റുകൾ KCS അമെൻമെന്റ് ആക്ട് 2023 മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അമെൻമെന്റ് ആക്ട് എങ്ങനെയാണ് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പോയിന്റ് വൈസ് പഠിച്ചെടുക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ ആ ആക്ട് എടുത്ത് അതുപോലെ തന്നെ വായിച്ചു പഠിക്കുക. ദേവിക പ്ലസ് പോയിന്റ് JCA ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ സിലബസും ടോപ്പിക് വൈസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാ സമയത്തും നിങ്ങൾ ബുക്ക് ചോദിക്കും, കോപ്പറേറ്റീവ് വിന്നർ ചോദിക്കും, നമ്മൾ തരുന്നൊരു മറുപടി നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണെന്നാണ്. ഇത്തവണ അങ്ങനെയല്ല. JCAയുടെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആർക്കും ഓൺലൈനായിട്ട് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാം. 4 പാർട്ടായിട്ടാണ് ഇറക്കിയത്. കോർപ്പറേഷൻ്റെ 2 പാർട്ട്, ബാങ്കിങ്ങിൻ്റെ 2 പാർട്ട്, ബാങ്കിങ്ങിൻ്റെ പാർട്ടിൽ തന്നെ IT.
നിങ്ങൾ എങ്ങനെയാണോ PSC തന്ന സിലബസ് അതേ ഹെഡിങ്ങുകൾ, അതേപോലെയാണ് ടോപ്പിക്കുകൾ, അതേ ടോപ്പിക് വെച്ചിട്ടാണ് ബുക്കുകൾ ഉള്ളത്. ഇതുപോലെ 250 പേജുള്ള 4 ബുക്കുകളാണുള്ളത്. ഇപ്പോൾ ഈ ഒരു ബാങ്കിങ്ങിൻ്റെ ബുക്കിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിങ്, കമേഴ്ഷ്യൽ ബാങ്കിങ്, ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ്, പ്രീ ലിബറലൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ലിബറലൈസേഷൻ സെക്കൻഡ് പാർട്ടിലുണ്ട്, ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. ഇനി ഇതിലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ IT ആൻഡ് സൈബർ ലോ എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതായത് ബാങ്കിങ്ങിലെ മൊത്തം 10 ടോപ്പിക്കിൻ്റെ 5 ടോപ്പിക്കാണ് ഈ ഒരു ബുക്കിലുള്ളത്. അടുത്ത 5 ടോപ്പിക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അഡ്വാൻസ് ടെക്നോളജീസ്, അതേപോലെ പോസ്റ്റ് ലിബറലൈസേഷൻ, അതേപോലെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ്, ഇങ്ങനെയുള്ള ബാക്കിയുള്ള 5 ടോപ്പിക്ക് അടുത്ത ബുക്കിലാണുള്ളത്. അതേപോലെ കോർപ്പറേഷൻ KCS അമെൻമെന്റ് ആക്ട് 2023 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ 2023 വന്ന മാറ്റങ്ങൾ സെക്ഷൻ 1 മുതൽ 110 വരെയുള്ളതിൽ തിരുത്തിയിട്ടും നമ്മൾ കറക്റ്റ് ചെയ്തിട്ടും കൂടിയാണ് നിങ്ങൾക്ക് ബുക്ക് തരുന്നത്. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും എന്ന് പറയുന്നില്ല, ചില ക്ലാസ്സുകളുടെ വീഡിയോസ് ഇതിൽ QR കോഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ആ ക്ലാസ്സിലോട്ട് പോകാം. ഇപ്പോൾ സർഫാസി ആക്ടോ PSBB അക്കൗണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് അങ്ങനെ QR കോഡായിട്ട് കാണാം. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ബുക്കിൻ്റെ മുഴുവൻ വീഡിയോസും QR കോഡായിട്ടില്ല, പക്ഷെ പ്രധാനപ്പെട്ട കുറേ അധികം വീഡിയോസ് നമ്മൾ QR കോഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2-3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളും ആ ബുക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഓൺലൈനായിട്ട് എക്സാം വരെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ബുക്കിന് വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കോപ്പറേറ്റീവ് യൂണിയൻ പുറത്ത് അവൈലബിൾ ആകുമെന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് മാർക്കറ്റിലോ പുറത്ത് പബ്ലിക്കായിട്ട് ഒരു ബുക്ക് സ്റ്റോളിലോ പോയാൽ കിട്ടില്ല. നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഇത് വാങ്ങാവുന്നതാണ്. വാങ്ങണം എന്നൊരു നിർബന്ധമില്ല, വാങ്ങാം. ഇനി വാങ്ങി പഠിക്കുമ്പോൾ ഇടയ്ക്ക് അയ്യോ ഞാൻ പഠിച്ചിട്ട് കിട്ടുമോ എന്നൊക്കെ നിരാശ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ബുക്കൊക്കെ ഇടയ്ക്കൊന്നെടുത്ത് മറിച്ച് നോക്കിയാൽ മതി. ബുക്കിൻ്റെ പുറകുവശത്ത് കുറേ അധികം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ജോലിക്ക് കയറിയ കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ട്. പലരും നിങ്ങളുടെ നാട്ടുകാരായിരിക്കാം, പലരും നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം. അപ്പം ആലോചിക്കുക, അടുത്ത ഒരു വലിയ താമസമില്ലാതെ നമ്മളും അതേപോലെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി വാങ്ങി വരും പഠിക്കണം. അപ്പോൾ KCS അമെൻമെന്റ് ആക്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ അധികം മാറ്റങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, മാനേജിംഗ് കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, മാനേജിംഗ് കമ്മിറ്റിയിൽ PSCS എന്നും അതേപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് 10,000-ന് മുകളിൽ ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അത് 25,000 ആണ്. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം, മാനേജിംഗ് കമ്മിറ്റിയിൽ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത്തവണ 40 വയസ്സിൽ കുറഞ്ഞ 2 അംഗങ്ങൾ വേണമെന്ന് നിർബന്ധമാണ്. ഒരെണ്ണം ജനറൽ കാറ്റഗറിയിൽ, ഒരെണ്ണം വനിതാ കാറ്റഗറി. ഇനി പുതുതായിട്ട് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 2B ഡിഫൈൻ ചെയ്തു. അതേപോലെ 2QBA സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അമെൻമെന്റ് ആക്ടിൽ വന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും അമെൻമെന്റ് ആക്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ലിക്വിഡേഷൻ എത്ര ടൈമാണുള്ളത്? 2 years ആണെന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് നോക്കൂ കുട്ടികളെ, ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് നമ്മുടെ ഒരു CSEB എക്സാം, ബോർഡ് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് അങ്ങനെ KCS ആക്ട് 1916 അങ്ങനെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ഒക്കെ ജസ്റ്റ് ആ പേരുകളങ്ങ് പഠിച്ചു പോയാൽ മാത്രം മതി, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത സംഘങ്ങളെ കുറിച്ച് പഠിച്ചാൽ മതി. പക്ഷെ ഇത് അങ്ങനെയല്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം നമുക്ക് ലെജിസ്ലേഷൻ, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ ആൻഡ് കേരള എന്നൊരു ടോപ്പിക് തന്നെ PSC നടത്തുന്ന എക്സാമുകളിൽ തരാറുണ്ട്. നോക്കൂ, societies who provide agriculture and non-agriculture credit. The Act gives priority to industries, especially cottage industry. Act അത്ര ഡീറ്റെയിൽ ആയി പഠിച്ച കുട്ടിക്ക് മാത്രമേ അറിയുകയുള്ളൂ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ആക്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അടുത്തത് നോക്കൂ, വളരെ ഇമ്പോർട്ടൻറ്റ്. The person appointed under section 3(1) as per KCS Act 1969 is called registrar. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സെക്ഷൻ 3 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ആരും. പക്ഷെ പുതിയ അമെൻമെന്റ് ആക്ട് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. ആദ്യം എങ്ങനെയായിരുന്നു? ഗവൺമെന്റ് ക്യാൻ അപ്പോയിന്റ് എനി പേഴ്സൺ ആസ് രജിസ്ട്രാർ. ഇപ്പം അതെന്തായി മാറി? എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് രജിസ്ട്രാർ. രജിസ്ട്രാർ അധികാരങ്ങൾ ആർക്കൊക്കെ ഡെലിഗേറ്റ് ചെയ്യാം? സെക്ഷൻ 3(2). എനി പേഴ്സൺ എന്നായിരുന്നു ഇതുവരെ, വീണ്ടും എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നായി മാറി. അതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ ഇത് പുതിയ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അവർ പുതിയതായിട്ട് പഠിക്കുന്നത് മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ നേരത്തെ പഠിച്ചിരിക്കുന്നവർക്ക്
നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചതിനെ മാറ്റി പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് പഠിക്കണം. KCS റൂളിലെ അമെൻമെൻറ്റ് ഉടനെ തന്നെ വരും. അപ്പോൾ അതും പഠിക്കേണ്ടതായിട്ട് വരും. പഠിക്കുക. ഓക്കെ, DCA നമുക്കറിയാം സെക്ഷൻ 63 വരുന്നത്. വിജിലൻസ് ഓഫീസർ നമുക്കറിയാം സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ വരുന്നത്. നോക്കൂ, അഡ്വാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി is the first cooperative society registered under Cochin Cooperative Societies Act. Okay, Cochin Cooperative Societies Act കീഴിലാണ് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നത്. അടുത്തത് വീണ്ടും ഒരു ബാച്ച് ഓഫ് ഫോളോയിങ് ആണ്. PSCs, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, PSCs. അടുത്തത് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അടുത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്തത് KS ബാങ്ക്. ഇതായിരുന്നു തന്നത്. ഇതൊക്കെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. ഓക്കെ, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്ന് വന്നത്. രണ്ട്, സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മൂന്ന്, അപ്പെക്സ് ബോഡി ഫോർ PCRD. PCRDയുടെ അപ്പെക്സ് KS ആണ് ഡയറക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുണ്ട്. അപ്പോൾ നോക്കൂ, നാഷണൽ ബാങ്ക് അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ 3 പേര് അപ്പെക്സ് ആണ്. പ്രൈമറി PSCSനാണ് സെൻട്രൽ ബാങ്ക് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് 1നെ 2 മാച്ച് ചെയ്യണം, 2നെ 1 മാച്ച് ചെയ്യണം, 3നെ 4 മാച്ച് ചെയ്യണം, 4നെ 3 മാച്ച് ചെയ്യണം. കാരണം KS കാർഡ് എന്ന് പറയുന്നത് PCRDയുടെ അപ്പെക്സ് ആണ്. കേരള ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അപ്പെക്സ് ബാങ്ക് ആണ്. അപ്പോൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ധാരാളമായിട്ടുണ്ട്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2, 3, 4 ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ചോദ്യം ഒന്ന് നോക്കൂ. State the correct answer from the following statement regarding consumer fed. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൺസ്യൂമർ ഫെഡ് പഠിക്കും. ഇവർ 4 സ്റ്റേറ്റ്മെന്റ് കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് തന്നിട്ട് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെല്ലാമെന്നാണ് ചോദിക്കുന്നത്. 4 പറഞ്ഞാലേ കാര്യമുള്ളൂ. നോക്കൂ, അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള കറക്റ്റ് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ KCS Act 1969 തെറ്റാണ്. അടുത്തത് നോക്കൂ, പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് മെഡിസിൻസ് ടു ദ പബ്ലിക് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. നമുക്കറിയാം നീതി സ്റ്റോറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ഉം 3യുമാണ് കറക്റ്റ്. ഓൾ ആർ കറക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് തെറ്റാണ്. ഇതേപോലെ അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നോക്കും. മത്സ്യഫെഡിനെ കുറിച്ച് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കും, പ്രൊഡക്ഷൻ ബോണസ് ഫിഷർമാന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹാർബറിൽ സെലക്ടഡ് ഫിഷ് മാർക്കറ്റിൽ, വൈറ്റ് കറോസിൻ ബങ്ക്, ഓൾ ആർ കറക്റ്റ്. അതായത് ഇതുവരെ പഠിച്ച പോലെ പഠിച്ചാൽ പോലെ കൺസ്യൂമർ ഫെഡും മാർക്കറ്റ് ഫെഡും എല്ലാം തന്നെ കുറച്ചുകൂടി മത്സ്യഫെഡും ഒക്കെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കണേ. അടുത്തത് നോക്കൂ, ഐഡന്റിഫൈ ദ അക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ്. എല്ലാം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ അടുപ്പിച്ചായിരുന്നില്ല കേട്ടോ. ഞാൻ എല്ലാ സ്റ്റേറ്റ്മെന്റുകളെയും നിങ്ങൾക്ക് ഒരുമിച്ചാക്കി തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റിലോട്ട്, കേരള ബാങ്ക് പഠിക്കണം, അത് സോറി ഇൻസ്പെക്ടറിന് നോക്കണോ ആദ്യം, അതോ ഒരു നമ്മുടെ CCB ആദ്യം വിളിച്ച എക്സാം, അതാണ് ആദ്യം വരിക ഓഗസ്റ്റ് 25 അതിന് നോക്കണോ എന്നുള്ളവരോട്. നിങ്ങളുടെ പ്ലസും നിങ്ങളുടെ മൈനസും നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് മാത്സ് GK ഒക്കെ അത്യാവശ്യം നല്ലപോലെ അറിയുന്ന, നിങ്ങളൊരു PSCയിൽ കുറച്ച് കാലമൊക്കെ പഠിച്ച് ഇങ്ങോട്ട് വന്ന ആ ഭാഗത്തൊരു 30, 26, 27 മാർക്ക് സ്കോർ ചെയ്യാൻ, 25 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ വിട്ട് കളയേണ്ട ഈ CSEB എന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഓഗസ്റ്റിൽ എക്സാം എഴുതാം, സെപ്റ്റംബറിൽ ലിസ്റ്റ് വരും, ഏകദേശം ഡിസംബർ ആകുമ്പോഴേക്കൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജനുവരിയിലൊക്കെ ഒരു ജോലിക്ക് സാധിക്കും. പിന്നെ അവിടെ പഠിക്കുന്ന കോർപ്പറേഷനും അവിടെ പഠിക്കുന്ന KCS ആക്റ്റും ബാങ്കിങ്ങും നമുക്ക് JCIക്കും കൂടി ഉപയോഗിക്കാം. അതുകൊണ്ട് രണ്ടാണെങ്കിലും വ്യക്തമായ സിലബസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം JCI ആണെങ്കിൽ PSC കൃത്യമായി പറഞ്ഞു 50 മാർക്ക് കോർപ്പറേഷൻ, അതായത് കോർപ്പറേഷനും ലോയും കൂടെ 50 മാർക്ക്, ബാങ്കിങ് 40 മാർക്ക്, IT 10 മാർക്ക്. CSEB ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് 10 മാർക്ക്, മാത്സ് 10 മാർക്ക്, GK 10 മാർക്ക്, ബാങ്കിങ് 12, അക്കൗണ്ടൻസി 12, ലോ 12, കോർപ്പറേഷൻ 12. അപ്പോൾ അതും നിങ്ങൾക്ക് ഏകദേശം സിലബസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. 2 എക്സാമും ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അത് എത്രത്തോളം നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിയിട്ട് 2 എക്സാമിന് വേണ്ടി ഒരേ സമയം പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ഒരു തീരുമാനത്തിൽ കുറച്ച് നിന്ന് ആ എക്സാം ഫോക്കസ് ചെയ്യുക. കാരണം JCI എപ്പോഴും വരുന്ന എക്സാം അല്ല, 2-3 വർഷം കൂടുമ്പോൾ മാത്രമാണ് വരുന്നത്. പിന്നെ 2 മാസം കൊണ്ട് സിലബസ് തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു 4 ബുക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എത്ര സമയം വേണ്ടി വരും?
അത്രയേ വേണ്ടൂ. കാരണം ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പോലെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടായിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് വായിച്ച് പഠിച്ചു തീർക്കാൻ 2 മാസമൊക്കെ പോകും. കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിശ്രമിക്കുക. താങ്ക് യു.